ഡിവൈഎഫ്ഐയുടെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം, ഹൃദയപൂർവ്വം എന്നവർ നാമകരണം ചെയ്ത പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും ഭക്ഷണം ജനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകുന്ന മാതൃകാപരമായ ഈ പ്രവർത്തനത്തിൽ ഇതാദ്യമായിട്ടല്ല ഞാൻ പങ്കുചേരുന്നത്. പത്തനംതിട്ടയിൽ ഒരു വിശേഷ ദിവസം ഞാൻ ചെന്നപ്പോൾ, പാർട്ടി പരിപാടിക്ക് ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെ ഓണത്തിനടുത്ത ദിവസമായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ സദ്യ വിളമ്പുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. പിന്നെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഒന്നിലധികം തവണ ഇതേ പരിപാടി പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിലേറ്റവും മനോഹരമായൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ചില ജോലികൾ ഡിവൈഎഫ്ഐയെ പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനം 1/4 നൂറ്റാണ്ട് മുമ്പാണ് കേരളത്തിൽ നടന്നത്. 1999-2000. അതായത് ഇതിപ്പം ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചിട്ട് നിൽക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കടക്കുക. പക്ഷെ 1999-2000 എന്തായിരുന്നു പ്രത്യേകത? ഒരു പതിറ്റാണ്ടിൽ നിന്ന് വേറൊരു പതിറ്റാണ്ടിലേക്ക് മാറുന്നു, ഒരു നൂറ്റാണ്ടിൽ നിന്ന് വേറൊരു നൂറ്റാണ്ടിലേക്ക് മാറുന്നു, ഒരു സഹസ്രാബ്ദത്തിൽ നിന്ന് വേറൊരു സഹസ്രാബ്ദത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ളൊരു ഗംഭീരമായ നിമിഷമായിരുന്നു 1999 ഡിസംബർ 31 2000 ജനുവരി 1. അന്നാണ് മാനവീയം എന്ന് പറഞ്ഞൊരു പരിപാടി അന്നത്തെ നയനാർ ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ നടന്നത്. നിങ്ങളിൽ പലരും അന്നുണ്ടായിട്ടുണ്ടാവില്ല, 25 വർഷം മുമ്പ്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തമ്പാനൂരൊരു ആശുപത്രി ഉണ്ടല്ലോ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ആശുപത്രി. ഞാനത് ഓർക്കാൻ കാരണം, മാനവീയത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു കൊടുത്തു ജനങ്ങൾ, സന്നദ്ധ പ്രവർത്തനം. നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിനോടെ മതിലിനോട് ചേർന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ എതിർവശത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്, മാനവീയത്തിൻ്റെ സമയത്ത് നിർമ്മിച്ചതാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം പലതും നടന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടുതൽ സമയം ഇനി ഇയാൾ എത്ര നേരം സംസാരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അധികം ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ ആത്മനിയന്ത്രണം പാലിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോർപ്പറേഷനോ ഗവൺമെൻറ്റോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ചെയ്യുന്നത് പോലെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് പോലെ സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാം. ഈ ആശയം പ്രബലമാണ്. ആ മേഖലയിൽ ഡിവൈഎഫ്ഐ കേരളത്തിൽ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്.